അങ്ങനെ ആവേശം കണ്ടു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കിടിലം പടം. ഫഫ ഈ ഒരു പടത്തിൽ പൂണ്ട് വിളയാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് മൂവി തന്നെയാണ് ഇത്. ഈ ഒരു പടത്തിന്റെ സ്റ്റോറി ലൈൻ ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഫഫയുടെ ആ ഒരു വൺ മാൻ ഷോ കൊണ്ട് പടം നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു പടത്തിൽ ഫഫയുടെ പേര് രംഗ എന്നാണ്. നല്ലൊരു ക്യാരക്ടർ ആർക്കുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇത്. നല്ല രീതിയിൽ ഡീറ്റെയിലിങ്സ് ഈ ഒരു പടത്തിലെ റൈറ്ററും ഡയറക്ടറും ആയിട്ടുള്ള ജിത്തു മാധവൻ കൊടുത്തിട്ടുണ്ട്. കിടിലനായിട്ട് അത് എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിൽ രംഗയുടെ കൂടെയുള്ള ഒരു കഥാപാത്രമാണ് അമ്പാൻ. ഈ ഒരു കഥാപാത്രത്തിലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ പുറകിൽ 14 വെട്ട് വന്ന് ആ 14ാമത്തെ വെട്ടിൻ്റെ കാരണക്കാരൻ ആരാണ്, അതിൻ്റെ റീസൺ എന്താണ്, അതെല്ലാം പറയുമ്പോൾ ആ ഒരു കോമഡി സീൻസൊക്കെ ഉണ്ട്. പൊളിയായിരുന്നു. പിന്നെ ഈ ഒരു കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ആയ ടൈം മുതൽ എൻഡ് വരെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രംഗണ്ണ ഇമോഷണൽ ആകുന്ന സമയത്ത് അമ്പാനും ഓട്ടോമാറ്റിക്കലി ഇമോഷണലാണ്. അതിൽ ഇടുന്ന ചില എക്സ്പ്രഷൻസൊക്കെ പൊളിയായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു രംഗണ്ണയെ പറ്റിയിട്ട് പൊക്കിയടിച്ച് പറയുമ്പോൾ കുറച്ച് മാസെല്ലാം കയറ്റി, അതേപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കുറേ സീൻസ് ഉണ്ട്. അതെല്ലാം കോമഡി ആയിരുന്നു. രക്ഷയില്ലാത്തൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ ഒരു അമ്പാൻ. പിന്നെ ഈ ഒരു പടത്തിൽ രംഗ എന്ന് പറയുന്ന കഥാപാത്രം ഇമോഷണലി എത്ര ഡൗൺ ആണെന്ന് ഈ ഒരു പടത്തിൻ്റെ ഒരു മിനിറ്റിൽ കാണിച്ചു പോകുന്നുണ്ട്. ആ ഒരു ഒറ്റ മിനിറ്റ് തന്നെ കാണിച്ചു തരുന്നുണ്ട് രംഗണ്ണ എത്ര ഇമോഷണലി ഡൗൺ ആണെന്നും അതുമാത്രമല്ല അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്നും അതൊക്കെ ഒരു മിനിറ്റിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഡയറക്ടർ ബ്രില്യൻസ് മാത്രമല്ല, സുഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വലിയൊരു പങ്കുണ്ട്. പിന്നെ ഈ ഒരു പടത്തിലുള്ള ഒട്ടുമിക്ക പാട്ടും ടോപ്പായിരുന്നു. സുഷിനെ ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചേ പറ്റൂ. കാരണം ബാക്ക് ടു ബാക്ക് കിടിലനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതേപോലെ തന്നെ മ്യൂസിക്സാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു പടത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് 3 കുട്ടികൾ ഒരു കോളേജിൽ പോകുന്നു. ആ ഒരു കോളേജിലെ സീനിയേഴ്സായിട്ട് ക്ലാഷായിട്ട് അവർക്ക് നല്ല പണി കിട്ടുന്നു. അപ്പോൾ ഈ 3 കുട്ടികൾ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ സപ്പോർട്ട് നേടാൻ വേണ്ടി പോകുന്നു. അങ്ങനെ രംഗണ്ണയെ മീറ്റ് ചെയ്യുന്നു. പിന്നെ അത് വെച്ചിട്ടാണ് കഥ മൊത്തം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുകയാണ് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാരക്ടർ ആർക്ക് മെയിൻ കഥാപാത്രത്തിനും സപ്പോർട്ടിങ് റോളിലുള്ള അമ്പാനും കൊടുത്തു. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു പടം നെക്സ്റ്റ് ലെവലിലേക്ക് പോയത്. പിന്നെ ഈ ഒരു പടത്തിൽ ദി ഗോട്ടായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. വേറെ ആരുമല്ല, ഈ ഒരു ബിബി മോൻ്റെ അമ്മ. ചെറിയൊരു സ്ക്രീൻ സ്പേസേ ഉള്ളൂ, പക്ഷെ വന്ന ടൈം സീൻ കംപ്ലീറ്റ്ലി അവർ കൊണ്ടുപോയി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഹാപ്പി അല്ലേ, ആ ഒരു ഒറ്റ ഡയലോഗ് മതി, ആ സീനെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു പടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ഒരു ഡയലോഗ് അത്യാവശ്യമായിട്ട് വരുന്നുമുണ്ട്. അത് നൈസായിരുന്നു. ആ ഒരു പ്ലേസ്മെൻറ്റൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്തായാലും ഓവറോൾ ഈ ഒരു പടം നല്ലൊരു എക്സ്പീരിയൻസാണ് നൽകിയിട്ടുള്ളത്. OTTയിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസും പടത്തിന് ലഭിച്ചിട്ടുണ്ട്. പൊതുവേ തിയേറ്ററിൽ നല്ല രീതിയിൽ ഹിറ്റായ പടങ്ങൾ OTTയിൽ വന്നു കഴിഞ്ഞാൽ നല്ല റെസ്പോൺസ് ലഭിക്കാറില്ല. പക്ഷേ ആവശ്യത്തിന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ലഭിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഇത് അവൈലബിൾ ആണ്. കാണാം, നിങ്ങൾക്ക് ബോറടിക്കില്ല, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊരു ലാഗ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് അതെന്തായാലും കവറപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ലാസ്റ്റ് ഒരു അരമണിക്കൂർ പൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല റീവാച്ചുള്ളൊരു പടം കൂടിയാണ് ആവേശം. അപ്പോൾ ഈ ഒരു പടത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.